ഏത് അധർമ്മമാണ് എന്റെ പൊന്നുമോനെ നീ ചെയ്തു കൂട്ടുന്നത്? അള്ളാഹു മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോ എന്തുകൊണ്ടാണ് നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത്? നന്മയുടെ പക്ഷത്തെ കണയാൻ ഒരുപാട് മതങ്ങളും ഒരുപാട് ഇസങ്ങളും ഈ കാലത്തുണ്ടെങ്കിൽ അതിലേറ്റവും ഉത്തമവും അതിലേറ്റവും ഉത്കൃഷ്ടവുമായ മതം അത് വിശുദ്ധമായ ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മാനവ സമുദായത്തെ ഓർമ്മപ്പെടുത്തിയില്ലയോ? അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് ഫഅമ്മാ മൻ ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിക്കുകയാണ് അൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം. മൽ ഖാരിഅ, എന്താണ് ആ ഭയങ്കര സംഭവം? വമാ അദ്റാക മൽ ഖാരിഅ, എന്താണ് ആ ഭയങ്കര സംഭവമെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ് ആ ഭയങ്കര സംഭവമെന്ന് നബിയേ അങ്ങേക്കറിയുമോ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്, അന്നേ ദിവസം ജനങ്ങളെ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെയാവുന്ന ദിവസമാണ്. എന്റെ സഹോദരി ആലോചിക്കണേ. അധർമ്മത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോ, അനീതിയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ടെന്നൊരു ബോധം നിന്റെ ഹൃദയത്തിൽ നീ സൃഷ്ടിക്കണേ. ആരും കാണാതെ പാതിരാവിന്റെ മറ കൂട്ടുപിടിച്ച് നീ അധർമ്മത്തിന്റെ പിന്നാലെ പായുന്നുവെങ്കിൽ സർവശക്തനായ തമ്പുരാൻ അവൻ എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അവന്റെ മുന്നിൽ നാളെ എനിക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നൊരു ബോധം നിന്റെ ഹൃദയത്തിൽ നീ സൃഷ്ടിക്കണേ. വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ മുഴുവനും കടയപ്പെട്ട രോമങ്ങളെ പോലെയാവുന്ന ദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ ഭീകരതയെ മാനവന് പഠിപ്പിക്കുകയാണ്. ആ ബോധം മനുഷ്യനുണ്ടാവണം, അവന്റെ സംസ്കാരങ്ങളിൽ ഉണ്ടാവണം. പക്ഷേ ഇന്ന് മനുഷ്യന് എന്ത് പറഞ്ഞു കൊടുത്താലും എന്ത് കേട്ടാലും ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് അവന്റെ ഹൃദയം മാറിപ്പോവുമ്പോ, പിതാവിനെ ധിക്കരിക്കുന്ന മക്കളില്ലേ ഇന്ന്, മാതാവിനെ ധിക്കരിക്കുന്ന മക്കളില്ലേ ഇന്ന്. അല്ലാഹുവേ നീ ആ തിന്മകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളെ കാത്തുരക്ഷിക്കണേ. വതകൂനുൽ ജിബാൽ കൽഇഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ മുഴുവനും കടയപ്പെട്ട രോമങ്ങളെ പോലെയാവുന്ന ദിവസമാണ്. ഈ പർവ്വതങ്ങളുടെ നാശത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര സൂറത്തുകളിലാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. സൂറത്തുൻ നബയിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ? വസീറത്തിൽ ജിബാൽ ഫകാനത് സറാബാ. സൂറത്തു തക്വീറിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ? വഇദൽ ജിബാലു സുയ്യിറത്. സൂറത്തുൽ മുർസലാത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ? വഇദൽ ജിബാലു നുസിഫത്. മാനവ സമുദായത്തിന്റെ ഹൃദയങ്ങൾക്ക് ബോധനം നൽകാൻ, നഷ്ടപ്പെട്ടു പോയ സംസ്കാരത്തെ തിരിച്ചു പിടിക്കാൻ, അതിലൂടെ മനുഷ്യരാശിക്ക് ധർമ്മത്തിന്റെ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചമാവാൻ. എത്രയോ അധർമ്മങ്ങളെ കൊണ്ട് കട്ടപിടിച്ച മനസ്സുകളെ, അന്യായങ്ങൾ കൊണ്ട് വിഷലിപ്തമായ ഹൃദയങ്ങളെ സംസ്കാരത്തിന്റെ, വിശുദ്ധിയുടെ, നന്മയുടെ, നൈതിക ബോധത്തിന്റെ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ വിശുദ്ധ ഖുർആൻ നമ്മെ സഹായിക്കുന്നതാണ്. ഫഅമ്മ
فأما من ثقلت موازينه فهو في عيشة راضية ആ ദിവസമുണ്ടല്ലോ فأما من ثقلت موازينه فهو في عيشة راضية ഏതൊരു മനുഷ്യന്റെ മീസാനാണോ കനം തൂങ്ങിയതെങ്കിൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ് وأما من خفت موازينه فأمه هاوية ഏതൊരു മനുഷ്യന്റെ മീസാനാണോ കനം കുറഞ്ഞതെങ്കിൽ فأمه هاوية അവന്റെ സങ്കേതം അവന്റെ മടക്കസ്ഥലം ഹാവിയ എന്ന നരകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വമാ അദ്റാക മാ ഹിയ എന്താണ് ഹാവിയ എന്ന് നബിയെ താങ്കൾക്കറിയുമോ? നാറുൻ ഹാമിയ അത് കത്തിക്കൊണ്ടിരിക്കുന്ന നരകമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായി ജീവിക്കാൻ, ആ പ്രവാചകന്റെ മുന്നിൽ ആ പ്രവാചകനെ സ്നേഹിച്ച് ജീവിക്കാൻ നാം നമ്മുടെ സമയം ചിലവഴിക്കണം. ആ പ്രവാചകന്റെ മാർഗത്തിലൂടെ കടന്നുപോയി ലോകത്തൊരു മാതൃകയാവാൻ. ഇന്ന് മാതൃകകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. നന്മകൾക്ക് മാതൃകകളില്ലാത്ത ഈ കാലത്ത് ഒരു മാതൃക സൃഷ്ടിക്കാൻ നിനക്കെങ്ങാനും സാധ്യമായാൽ അൽഹംദുലില്ലാഹ്.